ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് നാഗരൂപിയായ സുബ്രഹ്മണ്യ സ്വാമിയുടെ കഥയാണ്. എങ്ങനെയാണ് അദ്ദേഹം ആ ഒരു നാഗരൂപത്തിലേക്ക് എത്തിയതും അതിൽ നിന്ന് എങ്ങനെയാണ് പിൻവാങ്ങപ്പെട്ടതും എന്നുള്ള ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. പ്രണവത്തിൻ്റെ അർത്ഥം പറയാൻ കഴിയാത്ത ബ്രഹ്മാവിനെ സുബ്രഹ്മണ്യൻ ബന്ധിച്ച് സ്വയം സൃഷ്ടികർമ്മം ആരംഭിച്ചു. ഇതറിഞ്ഞ പരമശിവൻ മകനെ വിളിച്ച് തത്വോപദേശം നടത്തി. ബ്രഹ്മാവിനെ വിട്ടയച്ച സുബ്രഹ്മണ്യൻ തൻ്റെ പ്രവൃത്തിക്ക് പ്രായശ്ചിത്തമായി സർപ്പരൂപമായി സഞ്ചരിച്ചു തുടങ്ങി. പുത്രവിരഹം കൊണ്ട് ദുഃഖിതയായ പാർവതി ഷഷ്ടിവ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങി. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ സാന്നിധ്യത്തിൽ മഹാവിഷ്ണു തലോടിയപ്പോൾ സർപ്പരൂപം മാറി യഥാർത്ഥ രൂപമായി സുബ്രഹ്മണ്യൻ മാറി എന്നാണ് ഐതിഹ്യം. അങ്ങനെ പാർവതി ദേവിയുടെ ആ ഒരു ദുഃഖം മാറി സുബ്രഹ്മണ്യ സ്വാമി പഴയ ഒരു രൂപത്തിലേക്ക് തിരിച്ചു വരികയുണ്ടായി. പിന്നീട് അത്തരം ഒരു രൂപത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ പോലും ആ ഒരു നാഗദേവങ്ങളുടെ ആ ഒരു സാന്നിധ്യം എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ബൈ ബൈ ഫ്രം വി ലവ് തേജൂർ.